ചുണ്ടിന് ചുറ്റും കറുത്ത പാട് വരിക, മൂക്കിൻ്റെ 2 സൈഡിലും കറുത്ത നിറം ഉണ്ടാവുക, അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ്, ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പല സമയത്ത് നമുക്ക് വന്നു പോകുന്നതാണ്. പക്ഷേ ഇത് വരുന്നത് വളരെ എളുപ്പത്തിലാണ്. ഇത് പോകാനായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും. കുറേ നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ ഇത് മാറുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയും കുറച്ച് ട്രിക്സും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റും. ഇതൊക്കെ തന്നെ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓൾട്ടർനേറ്റീവ്സും ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ക്ലീൻ ഫേസിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ച് തിന്നായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, നല്ല ക്ലീൻ ആയിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. സാധാരണ മഞ്ഞളിനേക്കാളും കസ്തൂരി മഞ്ഞളാണ് മുഖത്തിടുമ്പോൾ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഒറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇൻ കേസ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ. എനിക്കറിയില്ലായിരുന്നു പണ്ടിങ്ങനെ ഒരു ഐറ്റം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. 35 രൂപ മാത്രമേ വിലയുള്ളൂ. സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ചോദിച്ചു നോക്കുക, കിട്ടുന്നിടത്തുനിന്ന് വാങ്ങി വയ്ക്കുക. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് അങ്ങാടിക്കടകളിലും ഒക്കെ കിട്ടുന്ന ഏതെങ്കിലും കസ്തൂരി മഞ്ഞൾ എടുത്താൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് നോക്കി എടുക്കണം, എന്നാലല്ലേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. തേൻ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും മാറ്റാൻ ബെസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും മാറ്റാനായിട്ട് നമ്മൾ ഈ ഹോം റെമഡിയിൽ തേനും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള തേൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലവും നമുക്കതിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 3-4 തുള്ളി പാലാണ്. പാല് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും ഗ്ലോ തരാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു സൈഡിൽ ഒക്കെ ഡ്രൈനെസ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് ഡാർക്ക് ആവുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് പാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എനിക്കവിടെ ഒരു പാടുള്ളതാണ്. അത് എല്ലായ്പ്പോഴും കുഞ്ഞുനാൾ മുതലേ വരുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടാവാറില്ല, പക്ഷെ ചില സീസണിനൊക്കെ വരുന്നതാണ്. ആ വരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കാറുണ്ട്. അപ്പം ആയുർവേദത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും ഓയിലൊക്കെ തരും, അതിട്ട് കഴിയുമ്പോഴേക്കും അത് മാറാറുണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഇത് ആ സീസൺ കഴിയുമ്പോൾ തന്നെ പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത് പിന്നെ പൊക്കോളുമല്ലോ. അത് വളരെ റെയറായിട്ട് വരുന്നതാണ്. വർഷത്തിൽ ഏതെങ്കിലും ഒരു ടൈമിൽ മാത്രം വരുള്ളൂ. ഓക്കെ, എന്നിട്ട് അതൊരു 3-4 ആഴ്ച കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ കണ്ണിന് ചുറ്റും, മൂക്കിൻ്റെ 2 സൈഡിലും, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൽ ചുറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് നമ്മുടെ ഈ മോതിര വിരലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു വിരലിലെ ഏറ്റവും ചെറിയ വിരൽ അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേറെ വിരലൊന്നും തന്നെ യൂസ് ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഷർ കൂടുതലായിരിക്കും. ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് റിംഗ് ഫിംഗർ അല്ലെങ്കിൽ കുഞ്ഞു ഫിംഗർ ഉണ്ടല്ലോ, അത് വെച്ച് ഇതുപോലെ മസാജ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് തരിയുള്ള കസ്തൂരി മഞ്ഞളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മസാജ് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. കുഞ്ഞു വിരലുകൾ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 2 വിരലൊന്നും യൂസ് ചെയ്യരുത്. ഒറ്റ വിരലിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടുതൽ പ്രഷർ നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും കൊടുക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒറ്റ വിരൽ മാത്രം വെച്ച് ചെയ്യുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നായിരിക്കും, നമുക്ക് ഫലം കിട്ടുന്നത് വേറൊന്നായിരിക്കും. ഇൻ കേസ് നമുക്ക് ഒരുപാട് നാളെടുക്കും പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാനായിട്ട്. സോ നമ്മൾ വേറെ വിരലുകളൊന്നും യൂസ് ചെയ്യാതെ റിംഗ് ഫിംഗർ അല്ലെങ്കിൽ കുഞ്ഞു ഫിംഗർ മാത്രം യൂസ് ചെയ്ത് ഇതുപോലെ മസാജ് കൊടുക്കുക. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോഫി പൗഡറും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് മുഖത്ത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പാക്ക് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ തന്നെ ആ പാക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഇത് നിങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ,
ഡെയിലി നിങ്ങൾക്കത് വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കമ്പൽസറി ചെയ്യണം. എന്നിട്ടൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചിരുന്നിട്ട് വാഷ് ചെയ്താൽ മതി. ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുന്നുണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അതിൽ താഴെ വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം 10-15 മിനിറ്റ് റിലാക്സ് ആയിട്ട് വെച്ചിരിക്കുക. എന്നിട്ടിത് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സ്ക്രബ് ചെയ്യുകയൊന്നും വേണ്ട, ജസ്റ്റ് വെള്ളം തളിക്കുക, വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു ഐസ് ക്യൂബ് വെച്ച് മസാജ് കൊടുക്കാം, പിന്നെ ഒരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.